ചെമ്പനീർപ്പൂ ഇന്നത്തെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിയുടെ അച്ഛൻ സച്ചിയുടെ അമ്മയടുത്ത് പറയാണ്, ഇനി അവർ ടെറസിലോ ഹോളിലോ കിടക്കണ്ടേ? സച്ചിയുടെ അമ്മ പറയുകയാണ്, അതിനിപ്പോൾ എന്താ വേണ്ടേ? അവൾക്ക് ത്യാഗി പട്ടം കൊടുക്കണോ? നമ്മുടെ വീട്, നമ്മുടെ മുറി, അവിടെ കഴിയാൻ അവരുടെ പെർമിഷൻ വേണോ? ചുമ്മാ അവളെക്കുറിച്ച് പോയിട്ട് പറയാതെ. സച്ചിയുടെ അച്ഛൻ പറയാൻ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. സച്ചിയുടെ അമ്മ പറയുകയാണ്, എനിക്കെല്ലാം മനസ്സിലാവും, എനിക്ക് നിങ്ങളായിട്ട് മനസ്സിലാക്കി തരാൻ നോക്കണ്ട. പിന്നെ കാണിക്കുക നമ്മളെ വർഷയാണ്. വർഷയുടെ അടുത്തേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട്. വർഷ ചോദിക്കുകയാണ്, ശ്രീകാന്ത് എന്താ എന്നെ നോക്കി പേടിപ്പിക്കുകയാണോ? ശ്രീകാന്ത് പറയാൻ, നീ എന്തപ്പോൾ കാണിച്ചേ? വർഷ പറയാൻ, ശ്രീകാന്തിലെ ഞാൻ വലിയ തെറ്റ് ചെയ്തു എന്ന്. അതിന് ഞാൻ ശ്രീകാന്തിൻ്റെ അച്ഛനോട് സോറി പറഞ്ഞതാ. നീ അച്ഛനോട് ആത്മാർത്ഥതയായി സോറി പറഞ്ഞതല്ല. തെറ്റ് ചെയ്തതെന്ന് നീ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞോട്ട് നീ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അച്ഛനോട് നീ സോറി പറഞ്ഞു, അത്ര തന്നെ. എന്താ ശ്രീകാന്തിൻ്റെ പ്രശ്നം? വർഷ ചോദിക്കുകയാണ്. വർഷ പറയുകയാണ്, ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാൻ സോറി പറഞ്ഞേ. ശ്രീകാന്തിന് എന്താ ബുദ്ധിയില്ലേ? ശ്രീകാന്ത് പറയുകയാണ്, നിനക്ക് ഒന്നും മനസ്സിലാവാത്തേ. എനിക്ക് ഇമോഷൻ ഇല്ല, മറ്റൊരു ഇമോഷൻ മനസ്സിലാക്കാനും കഴിയില്ല. പക്ഷെ പറയുകയാണ്, ശ്രീകാന്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക, ചെറിയൊരു പ്രശ്നം വീർപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കുക. ശ്രീകാന്ത് പറയുക, നീയാ പ്രശ്നം ഉണ്ടാക്കുന്നത്, നീ നിൻ്റെ അഹങ്കാരം കാണിക്കല്ലേ. വർഷ പറയുകയാണ്, ശ്രീകാന്ത് അഹങ്കാരി, ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ കേട്ടോ. വർഷ ഓരോ സാധനം എടുത്ത് തറയിലെടുത്ത് പൊട്ടിക്കുകയാണ്. വർഷയും ശ്രീകാന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കടിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ അച്ഛനെയാണ്. അങ്ങോട്ടേക്ക് രേവതി ചായയുമായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. മോളെ അത് ആരാ നോക്കിക്കേ എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അച്ഛമ്മയെ വിളിക്കുന്നത്. മോളെടുത്ത് സംസാരിച്ചോ? അപ്പോൾ രേവതി പറയുന്നത്, അച്ഛമ്മേ, രേവതിയാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അച്ഛമ്മയ്ക്ക് സുഖമാണോ? അച്ഛമ്മ പറയുകയാണ്, എനിക്ക് സുഖം തന്നെ. അച്ഛമ്മ പറയുകയാണ്, നീ എന്താ എന്നെ വിളിക്കാത്തെ? വീട്ടിലെത്തിയപ്പോൾ അച്ഛമ്മേനെ മറന്നോ? രേവതി പറയണ, അച്ഛമ്മേനെ അങ്ങനെ മറക്കാൻ പറ്റുമോ? തിരക്കിനിടയിൽ വിളിക്കാൻ പറ്റിയില്ല, വീട്ടിലും കടയിലൊക്കെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അച്ഛമ്മ പറയുകയാണ്, നീ എന്തിനാ വീട്ടു ജോലിയെല്ലാം ചെയ്യുന്നത്? നിൻ്റെ അമ്മായിയമ്മയോടത്ത് ചെയ്യാൻ പറ. രേവതി പറയാണ്, അതൊന്നും പ്രശ്നമല്ല അച്ഛമ്മേ. അച്ഛമ്മ പറയാണ്, നിൻ്റെ ഒരു കാര്യം എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. അത് വിട്. നിൻ്റെയും സച്ചിയുടെയും കല്യാണ ഫോട്ടോ എനിക്ക് അവൻ അയച്ചു തന്നിരുന്നു.